നമസ്കാരം. DMK എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ തണലിലായിരുന്നു കഴിഞ്ഞ ഒരു 20 വർഷ കാലയളവ് കോൺഗ്രസും CPM-ഉം മുസ്ലിം ലീഗ് അടക്കമുള്ള CPI അടക്കമുള്ള പാർട്ടികൾ എല്ലാവരും തന്നെ തമിഴ്നാട്ടിൽ നിലനിന്നിരുന്നത്. പക്ഷെ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടൻ തന്നെ TVK എന്ന് പറയുന്ന വിജയുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ പറയുന്ന DMK-യുടെ സഖ്യ സംവിധാനത്തിൽ നിന്ന് ഇവർ വലിയ രീതിയിൽ ഒരു ചതി ചെയ്തുകൊണ്ട് വിജയ്ക്കൊപ്പം പോകുന്ന ഒരു സാഹചര്യമാണ് കണ്ടത്. ഈ അടുത്ത കാലത്ത് നമ്മുടെ രാജ്യം കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ ചതികളിൽ ഒന്നായിട്ട് ഇതിനെ കണക്കാക്കാൻ സാധിക്കും. ഒരു തരത്തിലുമുള്ള കൂറും DMK-യോട് കാണിക്കാതെ CPM-ഉം CPI-യും കോൺഗ്രസും മുസ്ലിം ലീഗും ശക്തമായിട്ട് അവന്മാര് ഈ പറയുന്ന വിജയുടെ പാർട്ടിക്കൊപ്പം നിന്ന് അധികാരത്തിലേറി എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. അപ്പോൾ DMK എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഇനി തമിഴ്നാട്ടിലും അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് ഒരു സംവിധാനവുമായിട്ട് അല്ലെങ്കിൽ അവരുടെ ഒരു രാഷ്ട്രീയത്തിന് എന്തെങ്കിലും ഒരു വേരുറപ്പിക്കണമെങ്കിൽ ഇനി ഒരു സംശയവുമില്ല, അത് BJP-ക്കൊപ്പം മാത്രമാണെന്നുള്ളത് അവർ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുന്നു. തമിഴ്നാട്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു രീതിയിലും BJP-യെ പ്രകോപിപ്പിക്കുന്ന തരത്തിലേക്ക് BJP വിരുദ്ധമായിട്ടും നരേന്ദ്രമോദിക്കെതിരെയായിട്ടൊന്നും യാതൊരുവിധ പ്രസ്താവനകൾ നടത്താൻ DMK തയ്യാറായിട്ടില്ല. പിണറായി വിജയനെ പോലെ ഇവിടെയുള്ള കമ്മ്യൂണിസ്റ്റുകാർ വലിയ രീതിയിൽ തമിഴ്നാട്ടിലേക്ക് ഉറ്റുനോക്കുന്ന സമയത്ത് അവർ പറഞ്ഞിരുന്നതായിരുന്നു സ്റ്റാലിന്റെ പേര്. പക്ഷെ സ്റ്റാലിന്റെ നേതൃത്വത്തിലുള്ള DMK ഇന്ന് BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കാനും അവരുടെ സഖ്യ സംവിധാനത്തിലേക്ക് വലിയ രീതിയിൽ മുന്നോട്ട് പോകാനാണ് ശ്രമിക്കുന്നത് എന്നുള്ളത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിരിക്കുന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾക്ക് അറിയാനായിട്ട് സാധിക്കും. ഇപ്പൊ അവരുടെ DMK-യുടെ ദേശീയ തലത്തിൽ തന്നെ അവരുടെ വക്താവായിട്ടുള്ള എളങ്കോവൻ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ വരാനിരിക്കുന്ന പാർലമെന്റിൽ അല്ലെങ്കിൽ പാർലമെന്റ് സഭാ നടപടിക്രമങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബില്ലാണ്, നമ്മൾക്കറിയാം, അത് മണ്ഡല പുനർനിർണയ ബില്ല്. അത് പൂർണ്ണമായിട്ടും നമ്മൾക്ക് വ്യക്തമാണ് BJP ഇത് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് വനിതാ സംവരണം അടക്കമുള്ള സംവിധാനങ്ങൾ, വനിതകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഒരു വിഷയമാണ്. അപ്പൊ കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നെല്ലാം BJP വിരുദ്ധരായിട്ടുള്ള രാഷ്ട്രീയ സംവിധാനങ്ങളുടെ ഭാഗമായിട്ട് നിലനിൽക്കുന്ന എല്ലാവരും തന്നെ ഇതിനോടകം തന്നെ ഇതിന് വലിയ എതിർപ്പ് പറയുകയും ഇത് തങ്ങൾക്ക് വലിയ രീതിയിൽ സീറ്റുകൾ നഷ്ടപ്പെടാൻ അല്ലെങ്കിൽ തങ്ങളുടെ സംസ്ഥാനങ്ങൾക്ക് പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യക്ക് സീറ്റുകൾ നഷ്ടപ്പെടാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ള രീതിയിലേക്കാണ് പറഞ്ഞിരുന്നത്. പക്ഷെ അമിത്ഷാജി ദക്ഷിണേന്ത്യക്ക് പ്രത്യേകിച്ച് നഷ്ടങ്ങളൊന്നും ഉണ്ടാകില്ല എന്നുള്ള രീതിയിലേക്കുള്ള കാര്യങ്ങൾ കൂടി പറയുന്നതോടുകൂടി ആ ഒരു വിഷയത്തിന് ഏകദേശം ഒരു അന്ത്യം കുറിക്കുന്ന തരത്തിലേക്കായിരുന്നു. പക്ഷെ ഇതിൽ DMK അടക്കമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നിലവിൽ അവർക്ക് 22ഓളം MP-മാരാണ് പാർലമെന്റിലുള്ളത്. അവരുടെ പൂർണ്ണമായിട്ടുള്ള പിന്തുണ ഉണ്ടെങ്കിൽ മാത്രമാണ് BJP-ക്ക് ഈ ഒരു ബില്ല് പാസ്സാകുന്ന ആ ഒരു കടമ്പ കടക്കാൻ സാധിക്കുള്ളൂ. കാരണം 3/2 ഭൂരിപക്ഷമാണ് ഈ ബില്ല് പാസ്സാക്കാൻ പൂർണ്ണമായിട്ടും അല്ലെങ്കിൽ DMK-യുടെ ഒരു പിന്തുണ ഉണ്ടെങ്കിൽ മാത്രമേ ഇതുപോലുള്ള കാര്യങ്ങളടക്കം നമ്മൾക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ, പ്രത്യേകിച്ച് BJP-ക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പൊ ഈ വിഷയത്തിൽ പൂർണ്ണമായിട്ടും DMK എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ കൃത്യമായിട്ട് അവരുടെ നിലപാടുകളെ വലിയ രീതിയിൽ വെള്ളം ചേർക്കുന്ന തരത്തിലേക്കുള്ള ഒരു വലിയ ഓപ്പറേഷനാണ് അമിത്ഷായുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നടക്കുന്നത്, ഒരു സംശയമില്ല. അപ്പൊ പൂർണ്ണമായിട്ടും നമ്മൾക്ക് വ്യക്തമാണ്, തമിഴ്നാടുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നോക്കുന്ന സമയത്ത് DMK BJP സഖ്യം അത് വരാൻ പോവുകയാണ്. അതിന് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഘടകമാണ് ദേശീയ തലത്തിൽ ശക്തമായിട്ടുള്ള ഒരു വേരുറപ്പിക്കുന്ന തരത്തിലേക്ക് ഒരിക്കൽ കൂടി ഇനി മുന്നോട്ട് പോകുന്ന സമയത്ത് ഏതെങ്കിലും രീതിയിലുള്ള പ്രതിസന്ധി, ഇപ്പോൾ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 240 സീറ്റുകളിലേക്ക് BJP ചുരുങ്ങിപ്പോയി. 63 സീറ്റുകളാണ് BJP-ക്ക് അന്ന് നഷ്ടപ്പെട്ടത്. രാഷ്ട്രീയ സാഹചര്യം രാജ്യത്ത് മാറുന്ന സമയത്ത് ജനങ്ങൾ തിരിച്ചോ മറിച്ചോ അല്ലെങ്കിൽ BJP-ക്ക് ഒരു അടി പതറുന്ന രീതിയിലേക്കുള്ള ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ പരിഹരിച്ചുകൊണ്ട് രാജ്യത്ത് ഒരിക്കൽ കൂടി 2029 നിഷ്പ്രയാസം അധികാരത്തിലേറാൻ സാധിക്കുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങൾ തന്നെയാണ് BJP-യുടെ നേതൃത്വം നടക്കുന്നത്. TVK-യോടൊപ്പം ചേർന്നിരിക്കുന്ന കോൺഗ്രസ് ആയിക്കോട്ടെ, CPM ആയിക്കോട്ടെ, മുസ്ലിം ലീഗ് ആയിക്കോട്ടെ, ഇവരെ സംബന്ധിച്ച് ഇവരുടെ രാഷ്ട്രീയ വിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അവിടെ ഒരുപാട് യുവജനങ്ങൾ വിജയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, സംശയമില്ലാത്ത കാര്യം തന്നെ. പക്ഷെ DMK എന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ വേരൊന്നും തമിഴ്നാട്ടിൽ ഇളകിപ്പോയിട്ടില്ല. അവർക്ക് ഇപ്പോഴും വലിയ സ്വാധീനം തന്നെ തമിഴ്നാടിന്റെ വിവിധ മേഖലകളിലുണ്ട്. അത് പെട്ടെന്ന് ഒരു നിമിഷം കൊണ്ട് ഇല്ലാതായി പോകുന്നില്ല. ആ സംവിധാനത്തെ കൃത്യമായിട്ട് BJP-ക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് സംശയമില്ല. ദേശീയ തലത്തിൽ തന്നെ നമ്മൾക്ക് കൃത്യമായിട്ട് അറിയാം, പല രാഷ്ട്രീയ പാർട്ടികളും BJP-ക്കൊപ്പം ചേരുന്ന സമയത്ത് ഇവിടെ ഓപ്പറേഷൻ താമര എന്നുള്ള പേരിൽ പറയുകയും അതോടൊപ്പം തന്നെ കുതിരക്കച്ചവടമാണ് BJP നടത്തിക്കൊണ്ടിരിക്കുന്ന രീതിയിലേക്ക് കോൺഗ്രസും നിരന്തരമായിട്ട് പറയുന്നുണ്ട്. പക്ഷെ എന്ത് പറഞ്ഞാലും നമ്മൾക്കറിയാം, നമ്മുടെ രാജ്യത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഏത് രാഷ്ട്രീയ പാർട്ടിയെ കൂടെ നിർത്താനാണ്
ചെയ്യാനാണെങ്കിലും BJP-ക്ക് അതിൽ ഒരു മടിയുമില്ല. ആ BJP അത് കൃത്യമായിട്ട് ചെയ്താണ് പോകുന്നത്. ഇതിൽ അസൂയ കൊണ്ടുകൊണ്ട് BJP ഓരോ പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ ഓരോ മണ്ഡലങ്ങളിൽ വിജയിക്കുന്ന സമയത്ത് അവിടെ വോട്ടർ മെഷീനിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടാണ് വിജയിക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെയാണ് കാര്യങ്ങൾ പറഞ്ഞ് ഇവരിതിനെ ഒന്ന് മയപ്പെടുത്തി കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ജനങ്ങളെ സംബന്ധിച്ച് ഈ BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ഉറ്റുനോക്കുന്ന ഓരോ രാഷ്ട്രീയ പാർട്ടിക്കാരെയും അതിന്റെ പ്രവർത്തകരെയും സംബന്ധിച്ച് നോക്കുമ്പോൾ BJP ഒരു തൊട്ടുകൂടായ്മ ഉള്ള ഒരു പാർട്ടി അല്ല എന്നുള്ളത് പൂർണ്ണമായിട്ടും ഓരോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും തെളിയിച്ചു കൊണ്ടിരിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് DMK-യുടെ ഭാഗത്ത് നിന്ന് നിരന്തരമായിട്ട് ഇപ്പോൾ വരുന്ന പ്രസ്താവനകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. DMK പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഈ മണ്ഡല നിർണയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തങ്ങൾക്ക് അതിൽ ഉള്ള ആവലാതികളെല്ലാം പൂർണ്ണമായിട്ടും ഒഴിഞ്ഞിരിക്കുന്നു, അത് നല്ലത് തന്നെയാണ് എന്നുള്ള രീതിയിലേക്കാണ് DMK ഇപ്പോൾ പറയുന്നത്. അപ്പൊ ഇതിൽ നിന്ന് വ്യക്തമാണ് BJP-ക്കുള്ള പിന്തുണ അവരുടെ ഭാഗത്ത് നിന്ന് കൃത്യമായിട്ടുണ്ടാകും. ഇതിന്റെ ചർച്ചകൾ പൂർണ്ണമായിട്ടും സ്റ്റാലിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുക തന്നെ ചെയ്യുകയാണ്. നമ്മൾക്കറിയാം കഴിഞ്ഞൊരു 2-3 വർഷത്തിനുള്ളിൽ DMK എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഭാഗത്ത് നിന്ന് പ്രകോപനപരമായിട്ടുള്ള പല വിഷയങ്ങളും ഹൈന്ദവ സമൂഹത്തിന് നേരെ ഉയർന്നിട്ടുണ്ട്. അതിലൊരു സംശയമില്ല. രാജ്യത്ത് DMK-ക്കെതിരെയും DMK-യുടെ പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള ഉദയനിധി സ്റ്റാലിന്റെ മകനായിട്ടുള്ള ഉദയനിധി പല ഘട്ടങ്ങളിലായിട്ട് സനാതന ധർമ്മത്തെ പോലും വലിയ രീതിയിൽ നെഗറ്റീവായി പറയുന്ന ഒരു സാഹചര്യം ഉണ്ട്. പക്ഷെ ഇതിലൊക്കെ ഒരു മയപ്പെടുത്തൽ, ഇനി ഇതുപോലുള്ള പ്രസ്താവനകളുടെ ഒന്നും ആവശ്യമില്ല. ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്ത് ഇവിടെ BJP എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ തഴഞ്ഞുകൊണ്ട് ഇനി മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ള യാഥാർത്ഥ്യത്തിലേക്ക് അവർ മാറിയിരിക്കുന്നു. ആ മാറിയതിന്റെ വലിയ ഒരു സംഭവങ്ങളാണ് ഇപ്പോൾ ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ ഇങ്ങനെ നിരന്തരമായിട്ട് കുമിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പൂർണ്ണമായിട്ട് രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവ്, കോൺഗ്രസിന്റെ നേതാവ്, ആള് ഏതെല്ലാം തരത്തിൽ അങ്ങനെ പപ്പു എന്നൊക്കെ വിളിച്ച് പലരും കളിയാക്കുന്നുണ്ട്. അതിന്റെ ഒരു സിറ്റുവേഷനിലേക്ക് തന്നെയാണ് DMK-യും പോകുന്നത്. അവരെയും ഒരിക്കൽ കൂടി വലിയ ഒരു കുഴിയിലേക്ക് തള്ളിട്ടുകൊണ്ട് ചതിക്കുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങളാണ് കണ്ടിരിക്കുന്നത്. നമ്മൾക്കറിയാം തമിഴ്നാട്ടിൽ നിന്നുള്ള ചിദംബരം അടക്കമുള്ള കോൺഗ്രസിന്റെ പല പ്രമുഖ നേതാക്കന്മാരും അവിടെ നിന്ന് ജയിക്കാനായിട്ട് പ്രധാനപ്പെട്ട കാരണം DMK-യുടെ ഒരു സംഘടനാ സംവിധാനവും വോട്ട് ബാങ്കും തന്നെയായിരുന്നു. ഇതിൽ ഒരു സംശയവുമില്ലാതിരുന്നിട്ടും പൂർണ്ണമായിട്ടും ഒരു രാഷ്ട്രീയത്തിന്റെ ഒരു ക്വാളിറ്റിയും കാണിക്കാതെ ഒരു തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ വിജയ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ നേതൃത്വത്തിൽ ഒരു സംവിധാനം ഉയർന്നു വന്നപ്പോൾ ആ സംവിധാനത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇത്രയും കാലം തങ്ങളുടെ രാഷ്ട്രീയ സംവിധാനങ്ങളെ പൂർണ്ണമായിട്ടും നിലനിർത്തിയ പാർട്ടിയെ വെട്ടിത്താഴെ ഇട്ടുകൊണ്ട് അവർക്ക് അധികാരം കൊടുക്കുന്ന തരത്തിലേക്ക് അവരോടൊപ്പം ചേർന്നുകൊണ്ട് അധികാരത്തിൽ ഇരുന്നു കൊണ്ട് മുന്നോട്ട് പോകാനാണ് യഥാർത്ഥത്തിൽ ഈ CPM-ഉം കോൺഗ്രസും രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള മറ്റ് ഇന്ത്യ സംവിധാനം എന്ന് പറയുന്ന കാര്യങ്ങളെല്ലാം കൂടി ഒന്നിച്ച് പോകുന്നത്. ഒരു സംശയമില്ല. മുസ്ലിം ലീഗിന്റെ ഒക്കെ പ്രസ്താവനകൾ ആ സമയത്ത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾക്കറിയാം ഇതൊക്കെ ഒരു പാർട്ടിയായിട്ട് പോലും കണക്കാക്കാൻ സാധിക്കില്ല. അത്രക്ക് വലിയ രീതിയിലുള്ള നെഗറ്റീവായിട്ടുള്ള ചിന്താഗതിയോട് കൂടി ആണ് ഇവർ നടക്കുന്നത്. ഇവർക്ക് ജനങ്ങളുടെ ക്ഷേമമോ മറ്റുള്ളവോ ഒന്നിനോടൊരു താല്പര്യമില്ല. അവരുടെ സ്വന്തം പോക്കറ്റ് വീർക്കുക, തങ്ങളുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലേക്ക് അധികാരം കിട്ടിയില്ലെങ്കിലും തങ്ങൾക്ക് മറ്റുള്ളവന്റെ അധികാരം അല്ലെങ്കിൽ ആ ഒരു ശക്തിയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഇവരുടെ നയം. അതിലൊരു സംശയമില്ല. ഇതാണ് യഥാർത്ഥത്തിൽ തമിഴ്നാട്ടിൽ നടന്നിരിക്കുന്നത്. ഇതിനെ നമ്മൾക്ക് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല. തമിഴ്നാട് രാഷ്ട്രത്തിൽ ചരിത്രപരമായിട്ടുള്ള സംഭവങ്ങൾ ഇനി വരാൻ പോകുന്നേ ഉള്ളൂ. അതിനുള്ള ഒരു തുടക്കം തന്നെയാണ് DMK BJP ഡീൽ എന്നുള്ളതിൽ ഒരു സംശയമില്ല.